ബേസ് മുതൽ കണക്ക് പഠിച്ചു തുടങ്ങാം. ഇങ്ങനൊരു സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ടോപ്പിക്കും അതിനോടൊപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് പഠിച്ചു പോകുന്നതൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോസൊക്കെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ടോപ്പിക് ബേസ് ക്ലാസ്സുകൾ നമ്മൾ 2 ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കാണ് എടുക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് പുതിയൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ വർക്കൗട്ട് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാനും ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടാനും സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യ പേപ്പർ നോക്കാം. 10 ചോദ്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചോദ്യം കാണുമ്പോൾ തന്നെ സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് പറ്റില്ലെങ്കിൽ മാത്രം നമ്മുടെ വീഡിയോയിലേക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലാണ്. ത്രികോണത്തിൻ്റെ ഏറ്റവും ചെറിയ കോണം എന്നാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. നമുക്ക് നോക്കാം. ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ കോണുകൾ എന്തോ ആയിക്കോട്ടെ, കോൺ ഞാൻ എയും ബിയും സിയും എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ 5:3:4 എന്നാണ്. ഓക്കെ, നമുക്കറിയാം ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക എപ്പോഴും 180 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടി നമുക്കൊന്ന് കൂട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം, എ എന്ന് ഒന്നാമത്തെ വശം, ഒന്നാമത്തെ കോണം എന്ന് പറയുന്നത് 5x. ഇതൊക്കെ നമുക്കറിയാം. എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്ക് തുല്യമായിട്ട് ഇപ്പുറത്തുള്ളതാണ് 5 കാര്യം ഇവിടെ എ ഒന്നാമത്, റേഷ്യോ 5 ഒന്നാമത്. സോ എ ഈസ് ഈക്വൾ ടു 5, നമ്മൾ 5x എന്ന് എടുക്കും. ബി ഈസ് ഈക്വൾ ടു 3x എന്ന് എടുക്കും. സി ഈസ് ഈക്വൾ ടു 4x എന്ന് നമ്മൾ എടുക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഓരോന്നിനും നമ്മൾ കറസ്പോണ്ടിങ്ങിൽ എടുത്തു. നമുക്കറിയാം ഈ എയും ബിയും സിയും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. കാര്യം കോണുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക നമുക്കറിയാം 180 ആണെന്ന് അറിയാം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി എത്ര കിട്ടണം, 180 എന്ന് കിട്ടണം. നമുക്ക് എന്തെഴുതാം, 5x പ്ലസ് 3x പ്ലസ് 4x എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം, 180 ആയിരിക്കണം. ശരിയല്ലേ. കൂട്ടും 5 3 8 4 12x സമയം എത്രയാണ്, 180 എന്ന് കിട്ടും. എക്സ് നമുക്ക് നോക്കാം, 180/12. എന്തുകൊണ്ടാണ് 180/12 വരാൻ കാര്യം, ഇവിടെ 12 ഗുണിച്ചിരിക്കുകയാണ്. ഇവിടെ ഗുണിച്ചിരിക്കുന്ന 12 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരിക്കും. എളുപ്പമല്ലേ, ഇതിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 6 കൊണ്ട് കട്ട് ചെയ്ത് നോക്കാം. 2 6 12, 3 6 18, 0 അങ്ങനല്ലേ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 15 എന്ന്. അപ്പോൾ എക്സിൻ്റെ വില എത്രയാണ്, എക്സിൻ്റെ വില 15 ആണ്. ഇനി എന്താ ചോദ്യം, ഏറ്റവും ചെറിയ കോൺ എത്ര, 5x 3x 4x, ഇതല്ലേ ചെറിയ കോൺ. നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ആ ചെറിയ കോൺ ബി എന്ന് പറഞ്ഞാൽ ചെറിയ കോൺ കണ്ടുപിടിക്കാം. ചെറിയ കോൺ എത്രയായിരിക്കും, 3x എന്നാണ് എഴുതിയിരിക്കുന്നത്. ശരിയല്ലേ. എക്സിന് പകരം 15 കൊടുക്കാം. അപ്പോൾ 3 × 15 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി. ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ 45 ഡിഗ്രി ഉണ്ട്. 4ാമത്തെ ഓപ്ഷനാണ് 45 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, പ്രശ്നമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത്, z ഈസ് ഈക്വൾ ടു x + y-ൽ x -10 y 3 ആയാൽ z എത്ര എന്നാണ് ചോദ്യം. നമുക്ക് ആദ്യം എഴുതി വയ്ക്കാം, സിമ്പിൾ അല്ലേ ചോദ്യം. നോക്കാം, z ഈസ് ഈക്വൾ ടു x + y എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല x എത്രയാ, x -10 ആണ്. നോക്കാം, x -10 പ്ലസ് y എന്ന് പറഞ്ഞാൽ എത്രയാ, y 3 ആണ്. എങ്കിൽ z അല്ലേ ചോദ്യം. സോ നമ്മൾ പകരം എന്ത് ചെയ്തു, എക്സിന് പകരം -10 എന്നും വൈക്ക് പകരം +3 എന്നും കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, -7 എന്ന് കിട്ടും. കാര്യം എന്താണ്, വലുതിൽ നിന്നും ചിഹ്നങ്ങൾ വ്യത്യസ്തമല്ലേ. 10ൻ്റെ ചിഹ്നം മൈനസും 3ൻ്റെ ചിഹ്നം പ്ലസുമാണ്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, വലുതിന് ചിഹ്നങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. അതായത് 10ൽ നിന്നും 3 കുറയ്ക്കുക, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം, വലുതല്ലേ 10, 10ൻ്റെ ചിഹ്നം കൊടുക്കുക. എത്ര കിട്ടും, -7 എന്ന് കിട്ടും. എളുപ്പമല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പറയാലോ. എന്താ പറയുന്നത്, കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. എന്നിട്ട് പറഞ്ഞേക്കുന്നത് 12 48 24 16. കാണാമല്ലോ നിങ്ങൾക്ക്, 12 48 ഈ കൂട്ടത്തിൽ പെടാത്തത് മീൻസ് ഒറ്റയാണ് എന്നാണ് ചോദ്യം. ഈ ഒറ്റേൻ്റെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് പലർക്കും പല ആൻസറും പറയാനായിട്ട് പറ്റും. നമ്മുടെ ഓരോ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഓരോ ലോജിക്ക് വെച്ച് നമുക്ക് ഓരോന്ന് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ PSCയുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എനിവേ ഇതിൽ ഞാൻ പറയുന്ന ആൻസർ 16 നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസറാണ്. ബിക്കോസ് 16 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്, ഒരു പൂർണ്ണ വർഗ്ഗമാണ്. അതായത് ഒരു സംഖ്യയുടെ വർഗ്ഗമായിട്ട് എഴുതാൻ കഴിയുന്ന സംഖ്യയാണ് 16. ബാക്കി 24 നമുക്ക് അതിന് എഴുതാൻ പറ്റില്ല, 48 എഴുതാൻ പറ്റില്ല, 12 നമുക്ക് എഴുതാൻ പറ്റില്ല. സോ അങ്ങനെ എഴുതാൻ പറ്റുന്ന ഒരു സംഖ്യകൾ 16 ആണ്. ഇനി വേറെ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമുക്ക് പല ലോജിക്ക് പറഞ്ഞാൽ പല ആൻസർ, ഈ പറയുന്ന 4 ആൻസറുടെ കൺസിഡർ ചെയ്യാൻ പറ്റും കേട്ടോ. എങ്കിലും നോർമലി പറയുന്ന ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ ആയിരിക്കും, ഒന്നെങ്കിൽ പൂർണ്ണവർഗ്ഗം അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ, ഇതൊക്കെ ആയിരിക്കും നോർമലി വരുന്ന സാധനങ്ങൾ. അപ്പോൾ അതിൽ നമുക്ക് ഇതിനകത്ത് എന്ത് പറയാം, പൂർണ്ണവർഗ്ഗ സംഖ്യ ആയതുകൊണ്ട് 16 നമുക്ക് ചൂസ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നോക്കാം, 6ൻ്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം എന്ത് എന്നാണ് ചോദ്യം. 6ൻ്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം നമുക്ക് നോക്കാം. 6ൻ്റെ നമുക്ക് ആദ്യം ഡയറക്റ്റ് മെത്തേഡും പിന്നെ എളുപ്പവഴി പറയാം. ഓക്കെ അല്ലേ. 6ൻ്റെ ആദ്യത്തെ 6 ഗുണിതങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. 6
ദെൻ 12, ദെൻ 18, ദെൻ 24, ദെൻ 30, ദെൻ 36. ഇതിൻ്റെ മാധ്യം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? മാധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനാണ്, അരിത്തമെറ്റിക് മീൻ, ശരാശരി, ആവറേജ്, മാധ്യം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ എല്ലാം ഒരേ പേര് പഠിച്ച് വെച്ചോളുക. മാധ്യത്തിൻ്റെ വേറൊരു പേരെന്ന് പറഞ്ഞാൽ ശരാശരി, നമ്മൾ പഠിക്കുന്ന ശരാശരിയാണ്. ദെൻ അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? അരിത്തമെറ്റിക് മീൻ എന്നാണ്. ഓക്കെ, ആവറേജ് എന്നാണ്. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ അതൊന്നോ. അപ്പോൾ ഇതിൻ്റെ മീനാണ് ചോദ്യം, അല്ലെങ്കിൽ ആവറേജ്, അല്ലെങ്കിൽ ശരാശരി, അല്ലെങ്കിൽ മാധ്യമാണ് ചോദ്യം. മാധ്യം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ശരാശരി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കൂട്ടുക ബൈ എണ്ണം കൊണ്ട് ഹരിക്കുക. നോക്കാം, നമുക്ക് എല്ലായിടത്തും കൂട്ടി നോക്കാം. 36, 30 അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. 36 അങ്ങനെ കൂട്ടാൻ പാടും. 36, 30 എത്രയായി? 66 ആയല്ലേ? 66, 24, 90 ആയല്ലേ? 90, 18 എത്രയായി? 108 ആയല്ലേ? 108, 12, 120 ആയല്ലേ? സോ 126 എന്നായല്ലേ? സോ തുക 126 എന്നാണ്. ബൈ എണ്ണം എത്രയുണ്ട്? 6 എണ്ണം. സോ ബൈ 6. ഓക്കെ, കട്ട് ചെയ്ത് പോകുമ്പോൾ 2, 21 ആൻസർ വരേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തോന്നുന്നു ഓപ്ഷനകത്ത് 21 ഇല്ല എന്ന് തോന്നുന്നു. 21 ഇല്ല. സോ ഇതിൻ്റെ ആൻസർ അതിനകത്ത് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിത് വലിയ സംഖ്യ വരുമ്പോൾ ഇങ്ങനെ കൂട്ടിയെടുക്കാൻ പാടാണ് എങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ 6ൻ്റെ 6 ഗുണിതങ്ങളുടെ എന്താണ് മാധ്യമാണ് ചോദിക്കുന്നത്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമുക്കത് ഇങ്ങനെ നോക്കിയാൽ മതി. നമ്മൾ എന്താ 6 ആണ് ഒന്നാമത്തെ സംഖ്യ. ഇനി 6 ഗുണിതങ്ങളുടെ അല്ലേ? അപ്പോൾ അവസാന സംഖ്യ എത്ര ഗുണിതങ്ങളുടെ? 6ൻ്റെ 6 ഗുണിതം. സോ അതുകൊണ്ട് അവസാന സംഖ്യ 6 × 6 36 ആയിരിക്കും. കണ്ടോ? അതായത് 6ൻ്റെ 6 ഗുണിതങ്ങൾ. സോ 6 × 6 36 അതായിരിക്കും സംഖ്യ. 6ൻ്റെ 5 ഗുണിതമാണെങ്കിൽ 6 × 5 30 ആയിരിക്കും അവസാന സംഖ്യ. ക്ലിയർ ആയല്ലോ? 6ൻ്റെ 4 ഗുണിതങ്ങളാണെങ്കിൽ അവസാന സംഖ്യ 6 × 4 24 ആയിരിക്കും. അതായത് എത്ര ഗുണിതങ്ങളുണ്ടോ അതിന് ആദ്യത്തെ സംഖ്യ ഉണ്ടെങ്കിൽ ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അവസാന സംഖ്യ കിട്ടും. അപ്പോൾ അവസാന സംഖ്യ കിട്ടിയല്ലോ, ഇത് തമ്മിൽ കൂട്ടിയിട്ട് ബൈ 2 എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. നോക്കാം, 36 + 6 42 ബൈ 2 21. കണ്ടോ? ഇതാണ് യഥാർത്ഥ ആൻസർ. പക്ഷേ ഓപ്ഷനകത്ത് അത് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇങ്ങനെ എഴുതി കൂട്ടണ്ട, ഇങ്ങനെ ചെയ്താൽ നമ്മൾ 2 മെത്തേഡും പറഞ്ഞു. ഇത് നമ്മുടെ റിയൽ മെത്തേഡ്, അതായത് നമുക്ക് എഴുതി നോക്കി കിട്ടുമ്പോൾ നമുക്ക് റിയൽ മെത്തേഡ്. ഇത് നമുക്ക് കുറച്ച് എളുപ്പമുള്ള വഴി. ഓക്കെ, എളുപ്പമുള്ള വഴി പഠിച്ച് വെച്ചാൽ ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നോക്കാം, 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിൻ്റെ വശം എന്തായിരിക്കും? വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഒന്നുകൂടെ നോക്കാം. 40 മീറ്റർ നീളം, ശരിയല്ലേ? ദെൻ 30 മീറ്റർ വീതി, ഇങ്ങനെയുള്ളൊരു ചതുരമുണ്ട്. ആ ചതുരത്തിൻ്റെ ചുറ്റളവ് നമുക്കൊന്ന് എഴുതി വയ്ക്കാം. എന്താണ്? ചതുരത്തിൻ്റെ ചുറ്റളവ്, ശരിയല്ലേ? ചുറ്റളവ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യമായാൽ മീൻസ് എന്തിന് ഈക്വലാണ്? ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിന് തുല്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സമചതുരത്തിൻ്റെ വശം എന്തായിരിക്കും എന്നാണ് പറയാനുള്ളത്. നമുക്ക് നോക്കാം. 40 സെൻറ്റിമീറ്റർ നീളവും 30 സെൻറ്റിമീറ്റർ വീതിയാണ് ആ ചതുരത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്തായിരിക്കും? 2 × L + B എന്ന് പറഞ്ഞാൽ 2 × നീളം + വീതി എന്നാണ്. അതെന്തിന് ഈക്വൽ ആയിരിക്കും? സമചതുരത്തിൻ്റെ ചുറ്റളവിൻ്റെ ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്താണ്? 4A എന്നല്ലേ? 4 × വശം, 4 × വശം എന്നാണ്. ഓക്കെ, ഞാൻ വശം A ആണ് എടുക്കുകയാണെങ്കിൽ 4 × A എന്നാണ്. ഓക്കെ, ഇനി വളരെ പതുക്കെയാണ് അല്ലെങ്കിൽ വളരെ സ്പീഡ് കുറച്ചാണ് പറയുന്നതിൻ്റെ വിശ്വാസം. അപ്പോൾ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 × L + B ആണ്, നമ്മൾ എഴുതി വെച്ചു. സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4A ആണ്, നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്ക് എന്താണ് നീളവും വീതി അറിയാം. എത്രയാണ്? 30ഉം 40ഉം അല്ലേ? സോ 2 × നമുക്ക് എന്തെഴുതാം? നീളം + വീതി 40 + 30 = 4A. ഒരു പരിപാടി വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുമോ നോക്കുക. ഈ 2 × എന്നല്ലേ? അപ്പോൾ നമുക്ക് ഈ 2നെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. വെറുതെ അകത്ത് കയറി മൾട്ടിപ്പിൾ വലിയ നമ്പർ ആക്കണ്ട, 2നെ അപ്പുറത്തുണ്ട്. അങ്ങനെ ചിന്തിച്ച് നോക്കിയേ. പിന്നെ ഇവിടെ ബാക്കി ആരുണ്ട്? 70 ഉണ്ട്. കാര്യം 40 + 30 70. ഞാൻ ഈ ഗുണിച്ചിട്ട് 2നെ അപ്പുറത്തും ഹരിക്കില്ലേ? സോ 4A/2. അതായത് വെട്ടിപ്പോയി 2A എന്നായി അല്ലേ? ഇനി ഇവിടെ 2A എന്നല്ലേ കിടക്കുന്ന? 2 × A. ആ 2 കൂടി ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? 70/2. കാര്യം ഗുണിച്ചിരിക്കുന്ന 2 ഇവിടെ വരുമ്പോൾ ഹരിക്കും. അതായത് 35 = A എന്ന് പറഞ്ഞാൽ ഒരു വശം 35 ആണ്. ഉണ്ടോ നോക്കിയേ. ഫസ്റ്റ് ഓപ്ഷൻ 35 ആണ്. ഞാൻ ചെയ്യുന്ന കാൽക്കുലേഷനകത്തോ പറയുന്ന എന്തെങ്കിലും കാര്യത്തിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും നമ്മൾ 5 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. 5 ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. അടുത്ത നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ടിന്യൂസ്ലി ചെയ്തു വരുന്ന ചോദ്യമാണ്. ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതുമായാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഓക്കെ, സോ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്നും 4-മതാണ്, പിന്നിൽ നിന്നും 20-മതുമാണ്. ഓക്കെ, സോ നമുക്കറിയാം ടോട്ടൽ കണ്ടുപിടിക്കൽ ഇക്വേഷൻ എപ്പോഴും പറഞ്ഞാൽ ടോട്ടൽ = മുന്നിൽ + പിന്നിൽ -1 അങ്ങനല്ലേ? മുന്നിൽ + പിന്നിൽ -1. സോ അതിനകത്ത് മുന്നിൽ എത്രാമതാണ്? മുന്നിൽ നിന്നും 4-മതാണ്. ഓക്കെ, പ്ലസ് പിന്നിൽ നിന്നും 20-മതാണ് -1.
ഓക്കെ അല്ലേ? സോ 24 മൈനസ് 1, 20 പ്ലസ് 24, 24 മൈനസ് 1 എന്ന് പറയുന്നത് 23. ടോട്ടൽ 23 പേരുണ്ട്. ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ 23 ആണ്. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ പഠിച്ച ടോപ്പിക്കാണ് ബോഡ് മാസ് ആണ്. ഓക്കെ, ബോഡ് മാസ് നമുക്ക് നോക്കാം. നോക്കിയേ, 18 മൈനസ് 6 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 4. നമുക്കറിയാം ഇതാദ്യം ചെയ്യും അല്ലേ. എന്ത് വരും? 6 ഡിവൈഡ് ബൈ 3, അത് 2 ആവും അല്ലേ. ശ്രദ്ധിക്കുക, 2 എന്താണ്? 18 മൈനസ് 2 ഇൻറ്റു 4 എന്നാണ് അല്ലേ. ഇനി അടുത്ത് ആദ്യം ചെയ്യുക, ഇൻറ്റു ആണ് ചെയ്യുക അല്ലേ. സോ 18 മൈനസ് 8, അതായത് 10. സോറി, ഇതാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ 10 എന്നാണ്. 10 എന്നൊരു ആൻസർ ഉണ്ടോ നോക്കിയേ. 10 എന്നൊരു ആൻസർ ഓപ്ഷനകത്ത് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷനാണ് കേട്ടോ. നോക്കിക്കോണം കേട്ടോ, എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളാം. അടുത്തത് എക്സ്പോണൻസ്, കൃത്യങ്കവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നല്ലൊരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. -2/3 ദ ഹോൾ റൈസ് ടു 3 അല്ലേ, ഇൻറ്റു 3/5 ദ ഹോൾ റൈസ് ടു 2 എന്നാണ്. ഓക്കെ, ഇതിൽ എക്സ്പോണൻസിൻ്റെ ഐഡിയാസ് ഒന്നും വലുതായിട്ട് അപ്ലൈ ചെയ്യാനില്ല. ഡയറക്റ്റായിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് നോക്കാം നമുക്ക്. എന്താണ് മുകളിൽ എന്താണ്? മൈനസ് ഉണ്ടല്ലേ. സോ മൈനസിന് എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട കാര്യം, മൈനസിൻ്റെ റൈസ് ടു പവർ വന്നാൽ എന്തൊക്കെയാണ് പ്രത്യേകം നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. മൈനസിൻ്റെ പവർ പഠിച്ചു വെച്ചോളുക. മൈനസിൻ്റെ പവർ ഒറ്റ സംഖ്യയാണെങ്കിൽ, അതായത് ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ എപ്പോഴും നെഗറ്റീവായിരിക്കും. മൈനസിൻ്റെ പവർ ഇരട്ട സംഖ്യയാണ്, അതായത് ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസർ എപ്പോഴും പോസിറ്റീവായിരിക്കും. ഇത് പഠിച്ചു വെച്ചോളാം. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ -2ൻ്റെ ക്യൂബ് എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? -2 ക്യൂബ് ഒറ്റ സംഖ്യയിലെ മുകളിൽ നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ? 2ൻ്റെ ക്യൂബ് എടുക്കുക, 8. 2 ക്യൂബ് 8 അല്ലേ, 2 × 2 ഉണ്ട് 8 അല്ലേ. ഇനി ചിഹ്നം മൈനസ് കൊടുക്കുക. കാര്യം മുകളിൽ ഒറ്റ സംഖ്യയാണെങ്കിൽ ആൻസർ മൈനസേ വരുള്ളൂ. അങ്ങനെയാണ്. ഇനി -2⁴ ആണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2⁴ എടുക്കണം, അതായത് 16 ആണ്. ചിഹ്നം എന്ത് കൊടുക്കും? മൈനസ് ആണ് ഉള്ളിലുള്ളത്, പക്ഷേ പവർ ഇരട്ട സംഖ്യയാണ്. പവർ ഇരട്ട സംഖ്യയാണെങ്കിൽ ആൻസർ പോസിറ്റീവ് വരുള്ളൂ. സോ ആൻസർ 16 തന്നെ ആയിരിക്കും, മൈനസ് കൊടുക്കണ്ട. മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പവർ ഓഡ് നമ്പർ ആണെങ്കിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും, ഇരട്ട സംഖ്യയാണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. നോക്കാം നമുക്കിവിടെ. ഓക്കെ, ഇവിടെ പവർ 3 അല്ലേ. സോ അതുകൊണ്ട് ഇതിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ ആൻസർ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും വരിക. കാര്യം പവർ ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറാണ്. നമുക്ക് നോക്കാം. മൈനസ് എന്തായാലും വരും, നമുക്കറിയാം അല്ലേ. 2ൻ്റെ ക്യൂബ് ഇങ്ങനെ, 2ൻ്റെ ക്യൂബ് ബൈ 3ൻ്റെ ക്യൂബ്. അതെന്താ കാര്യം? ഇത് ഹോൾ റൈസ് ടു 3 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? 2നും ക്യൂബ് കൊടുക്കണം, 3നും ക്യൂബ്, 2നും ക്യൂബ് കൊടുക്കണം എന്നാണ് അല്ലേ. ഇവിടെ പറഞ്ഞേ 3ന് സ്ക്വയർ കൊടുക്കണം, 5നും സ്ക്വയർ കൊടുക്കണം. കണ്ടോ, ഇതാണ് സംഗതി. ഇനി ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് വെട്ടാൻ പറ്റുമെങ്കിൽ എളുപ്പമാണ്, ഇല്ലെങ്കിൽ നമ്മൾ എഴുതേണ്ടി വരും. മനസ്സിലായി? ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ അറിയാമോ? നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നമുക്ക് നോക്കാം. വെട്ടി തന്നെ പഠിക്കാം. പാടാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാം. നോക്കിയേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇവിടെ 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 27 എഴുതി നമുക്ക് ചെയ്യാൻ നമുക്കറിയാം. നമുക്കത് വേണ്ട, നമുക്ക് ഈ സ്ക്വയർ വന്നാൽ വെട്ടി പഠിക്കാം. ഒന്ന് പഠിച്ചു നോക്കാം. നോക്കിയേ, 3ൻ്റെ സ്ക്വയറിൻ്റെ മീനിങ് എന്താ? 3 രണ്ടെണ്ണം ഉണ്ടെന്നല്ലേ, അതായത് 3 × 3 എന്നല്ലേ. അങ്ങനെ ചിന്തിച്ച് മനസ്സ് എഴുതരുത്, മനസ്സ് ചിന്തിച്ചാൽ മതി. ഒട്ടും പറ്റണമെങ്കിൽ മാത്രം ഒന്ന് എഴുതി നോക്കാം കേട്ടോ. ഒന്ന് കൂടെ എഴുതി വന്നാൽ മതി. 3ൻ്റെ സ്ക്വയർ 3 × 3 അല്ലേ. ഇതെന്തായിരിക്കും? 3 × 3 × 3 എന്നല്ലേ. ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ എത്ര 3 ഉണ്ട്? 2 3 ഉണ്ട്. ആ 2 3ഉം താഴത്തെ 2 3ഉം വെട്ടിപ്പോവില്ലേ? താഴെ 3 3 ഇല്ലേ? അപ്പോൾ മുകളിലത്തെ 2 3ഉം താഴത്തെ 2 3ഉം വെട്ടും. ബാക്കി 1 3 അല്ലേ വരുന്നത് അവിടെ. സോ നമുക്ക് അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കി. എങ്ങനെയാണ്? ഇവിടെ 2 3, ഇവിടെ 3 3 ഉണ്ട്, അതിൽ 2 3 കട്ടായിപ്പോയി. ബാക്കി 1 3 3⁻1. മനസ്സിലായെന്ന് നോക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും, പഠിച്ചെടുക്കണം. നമുക്ക് കൃത്യത്തിലൂടെ നമുക്ക് ഇത് കുറേ ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇവിടെ 2 3 ഉണ്ടായിരുന്നു. ആ 2 3ഉം താഴത്തെ 2 3ഉം വെട്ടി, ബാക്കി 1 3 താഴെ വരും. ഇനി ഒന്ന് ബാക്കി നോക്കിയേ. ഈ മൈനസ് എന്ന കാര്യം മനസ്സിലായല്ലോ, ഒറ്റ സംഖ്യ ആയതുകൊണ്ടാണ്. 2ൻ്റെ ക്യൂബ് എത്രയാ? 8 അല്ലേ. ബൈ താഴെ ആരുണ്ട്? 3 ഉണ്ട്. ഇൻറ്റു മോൾ ഇവിടെ വെട്ടിപ്പോയില്ലേ, ബാക്കി 1 അല്ലേ. 5ൻ്റെ സ്ക്വയർ 25. ഇതൊന്നും ചെയ്യുമ്പോൾ എന്ത് വരും? -8/. ഗുണിക്കുന്നത് എങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യില്ല. നമുക്കറിയാം മിഡിൽ ഇൻറ്റു ആണെങ്കിൽ, നമ്മൾ എപ്പോഴും പറഞ്ഞാൽ ഓർത്ത് വെച്ചോളുക, മിഡിൽ ഇൻറ്റു ആണെങ്കിൽ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. 8 × 1 8 ബൈ 3 × 25 75. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. -8/75 ഉണ്ട്. ഇതാ തേർഡ് ഓപ്ഷനാണ്. -8/75. ഓക്കെ, നോക്കിക്കോളൂ. എൻ്റെ ക്യാൻസലേഷനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നോക്കിക്കോളാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിൽ പതിയെ പഠിക്കാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് അറിയാൻ പാടില്ല, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, വിഷമിക്കേണ്ട. നമ്മൾ ആ ടോപ്പിക്കിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ അടുത്ത ടോപ്പിക്ക് എടുക്കും. നെക്സ്റ്റ് ടോപ്പിക്ക് എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? കൃത്യത്തിലേക്ക് എത്തും. നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേ? ഇപ്പോൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടി ചെയ്തു പോകുന്നതാണ്. നമുക്ക് നോക്കാം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9ാമത്തെ ചോദ്യം എന്താണ്? 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ് എന്നാണ് ചോദ്യം. എത്ര കുറവാണ്? ചിലപ്പോൾ നമുക്ക് വായിക്കുമ്പോഴേ ഏത് കുറയ്ക്കണം എന്നൊരു ഐഡിയ നമുക്ക് വരില്ല. കുറവാണെന്ന് ചോദിച്ചാൽ കുറയ്ക്കുക ചെയ്യേണ്ടത്, ഏത് കുറയ്ക്കണം നമുക്ക് അറിയില്ല. നമുക്ക് വെറുതെ നോക്കാം. ഒരു എക്സാമ്പിൾ എടുത്ത് ചിന്തിച്ച് നോക്കിയേ. 2 8 എത്ര കുറവാണ്? ഒന്ന് ചിന്തിച്ച്. കുറവാണ് 2 8 എത്ര കുറവാണ്? നമ്മൾ എന്ത് ചെയ്യും? 8 2 കുറച്ച് നോക്കും. അതായത് 20 രണ്ടാമത്തേത് 1ാമത്തെ കുറച്ച് നോക്കും. 6 കുറവാണ്. 2 8 എത്ര കുറവാണ്? അങ്ങനെയല്ലേ? അപ്പോൾ അതേ കോൺസെപ്റ്റ് നോക്കിയേ. 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 72. രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും 1ാമത്തെ സംഖ്യ കുറയ്ക്കണം. ഏതാണ്? 53.6. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ജനറലൈസ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത്. ഒരു പക്ഷേ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഏത് കുറയ്ക്കണം, ഏത് ഹരിക്കണം, ഏത് ഗുണിക്കണം എന്നൊക്കെ നമുക്ക് സംശയം വരുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് നമുക്ക് അറിയാമെന്നുള്ള സിമ്പിൾ നമ്പറിലേക്ക് കൊണ്ടുവന്ന് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലായി 2 എന്ന സംഖ്യ 8 എത്ര കുറവാണെന്ന് ചോദിച്ചാൽ 8 2 കുറയ്ക്കും. രണ്ടാമത്തെ സംഖ്യയിൽ ആദ്യത്തെ കുറയ്ക്കും. അപ്പോൾ നമ്മൾ നോക്കി എന്താണ്? 72.29 അല്ലേ? കുറയ്ക്കാം. നമ്മൾ എന്തിനാണ് 0 കൊടുത്തിട്ട്? ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് 0 കൊടുക്കാം. എത്ര 0 വേണോ കൊണ്ട് കൊടുക്കാം, കുഴപ്പമില്ല. കുറയ്ക്കുമ്പോൾ 9. ഇവിടെ 12 4 കുറയ്ക്കും. കടം എടുത്തു അല്ലേ? 12 4 കുറയ്ക്കുമ്പോൾ 6. ദെൻ ഇവിടെ എന്തുണ്ട്? ഇവിടെ നേരത്തെ കടം അല്ലേ? 12 1 അങ്ങോട്ട് എടുത്തു. പോറേതല്ലേ നമ്മൾ ചെയ്തത്. സോ 11 3 കുറച്ച് 8 എന്ന് വരും. ഇവിടെ 6 1 18.69 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. 18.6 ഇപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ്. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ കാൽക്കുലേഷനാണ്. ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴേ ചിലപ്പോൾ തെറ്റുകൾ വരാം. അപ്പോൾ അതിനെ നിങ്ങളൊന്ന് നോക്കിക്കോളാം. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തത് 1 2 4 എന്ന സംഖ്യാശ്രേണിയിലെ 10ാം പദം എന്ത്? 1 2 4 എന്ന ശ്രേണിയിലെ 10ാമത്തെ പദം എന്ത്? ഇതിനാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്നു. സമഗുണിത ശ്രേണി, ജോമെട്രിക് പ്രോഗ്രഷൻ, GP എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ അതിലെ n-ാം പദം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ n-ാം പദം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് AR⁻n-1 എന്നാണ്. ടോപ്പിക്കിലേക്ക് നമ്മൾ ഒരു കഴിഞ്ഞ ദിവസം ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സമഗുണ ശ്രേണി എടുക്കുമോ എന്നുള്ളത്. നമ്മൾ തീർച്ചയായിട്ടും ടോപ്പിക് ഓർഡറിനാണ് എടുത്ത് വരുന്നത്. അത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. നമ്മളിപ്പോൾ എന്താണ് ഫസ്റ്റ് എടുത്തത് സിമ്പിളായിട്ടുള്ള ബോർഡ് മാസ്, പിന്നെ നമ്മൾ അതിൻ്റെ LCM HCF എടുത്തു. പിന്നെ നമ്മൾ അടുത്ത സംഖ്യ ഭിന്നസംഖ്യയിലായിരിക്കും എടുക്കുക. നമ്മൾ ഇങ്ങനെ എടുത്തായിരിക്കും നമ്മൾ ഹയർ ടോപ്പിക്കിലേക്ക് വരിക. അതുവരെ നിങ്ങൾ ക്ഷമിക്കണം, കൂടെ ഒന്ന് വന്നോളാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. A എന്ന് പറഞ്ഞാൽ എന്താ? A എന്ന് പറഞ്ഞാൽ ആദ്യ പദം. അപ്പോൾ ഇവിടുത്തെ A എത്രയാണ്? A എന്ന് പറഞ്ഞാൽ 1 ഇനി R എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിൽ. എന്താണ് നമ്മൾ ചെയ്യേണ്ട? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഈ 2-ാം പദത്തിനെ 1-ാം പദം കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. അതായത് 2/1 2. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോമൺ റേഷ്യോ. അല്ലെങ്കിൽ 4നെ തൊട്ട് മുമ്പിലെ പദം 2 കൊണ്ട് ഹരിക്കണം. അപ്പോഴാണ് കോമൺ റേഷ്യോ കിട്ടുന്നത്. അതായത് ഏതാണോ ഗുണിച്ച് പോയേക്കണത്. 1നെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 2, 2നെ 2 ഗുണിച്ചപ്പോൾ 4, 4 2 ഗുണിക്കുമ്പോൾ 8. ഇങ്ങനെയാണ് ശ്രേണി പോകുന്നത്. അതിനെയാണ് നമ്മൾ സമഗുണ ശ്രേണി. ഗുണിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ കോമൺ റേഷ്യോ ഏതാ? 2 ആണ്. കണ്ടോ? ഇതിനെ ഇതുകൊണ്ട് ഹരിച്ചപ്പോൾ 2, ഇത് ഹരിച്ചപ്പോൾ 2. 2 അല്ലേ? ഇനി n എത്രയാണ്? n 10 ആണ്. കാര്യം 10ാമത്തെ പദം എത്ര എന്ന ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. ഈസ് ഈക്വൽ ടു A എത്രയായി? 1 1 × R എത്രയാണ്? 6 ആണ്. 2 അല്ലേ? റൈസ് ടു 10 - 1. കാര്യം n 10 അല്ലേ? അപ്പോൾ 1 × 2 ഒക്കെ 1 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു സംഖ്യ നോക്കണ്ട അല്ലേ? 2 എന്ന് കിട്ടും. ശരിയല്ലേ? 2 കാര്യം 1 നമ്മൾ വിടണ്ട. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കിടക്കട്ടെ. 1 ഗുണിക്കേണ്ട കാര്യം 1 ഇട്ടു. അല്ലാതെ 1 കൊണ്ട് 2 എഴുതി കളയരുത്. നമ്മൾ അന്ന് പറഞ്ഞു ബോർഡ് മാസ് അനുസരിച്ച് ബോർഡ് മാസ് എന്താ പറയുന്ന ബ്രാക്കറ്റ് ഓർഡർ ആണ് അല്ലേ? സോ ഓർഡർ അതായത് കൃത്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ ഗുണിക്കാൻ പാടുള്ളൂ. അതാണ് നമ്മൾ അന്ന് പറഞ്ഞത്. കൃത്യങ്കം അതായത് ബോർഡ് മാസ് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യും. പക്ഷേ വേറെ സ്ഥലത്ത് വരുമ്പോൾ തെറ്റിക്കരുത്. കാര്യം 1 കൊണ്ട് 2 അല്ല 2 ആയി പോയത്. 1 അവിടെ ഉണ്ട്. കണ്ടോ? അങ്ങനെ ഗുണിക്കാൻ പാടില്ല. ഓക്കെ. സോ 2/9 10 - 9. അപ്പോൾ ഇനി എന്താ? 1 × 2/9 അത് തന്നെ വരും. 2/9 2/9 2നെ 9 ഗുണിക്കണം എന്നാണ്. സോ 512 എന്നാണ് ആൻസർ. 512 ഓപ്ഷൻ ഉണ്ടോ നോക്കി? 512 ഉണ്ട്. ഓക്കെ അല്ലേ? സോ ഇതായിരുന്നു ഇന്നത്തെ 10 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും അല്ല. ഇനി നമ്മൾ ഇപ്പോൾ 2-3 ദിവസമായി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് വരണം. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് സെറ്റാൻ വേണ്ടിയിട്ടാണ് തന്നത്. ഈ ടോപ്പിക് എടുക്കും, പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ മിക്സ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ടോപ്പിക്കിലേക്ക് അടുത്ത ദിവസം വരാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എപ്പോഴും നമ്മൾ പറയുന്നതാണ്. കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ, കുറച്ച് പേരൊന്നും പറയുന്നില്ല. കിട്ടി എന്നുള്ളത് ആരും ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളൂ. എപ്പോഴും നമുക്കിനി വരെ പോകെ നമുക്ക് മാർക്ക് കൂടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്ത ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പറയാം. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യാം. പിന്നെ നിങ്ങൾ കുറച്ച് പേര് പറയുന്നുണ്ട്
ക്വസ്റ്റ്യൻസ് ഒന്നും എന്താണ് ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഇടണം എന്നുള്ളത് അത് ഞാൻ പോസിബിൾ ആണെങ്കിൽ ചെയ്യാൻ പറ്റും. മാക്സിമം പറ്റുന്നുണ്ടോ നോക്കാം. ഇതെല്ലാം കൂടി നടക്കുന്നില്ല, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് ക്രോപ്പ് ചെയ്തൊക്കെ ഇടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സമയം എടുക്കും ഒരുപാട്, അപ്പോൾ അതിനുള്ള സമയം കിട്ടുന്നില്ല. ഇത് ചെയ്യാൻ തന്നെ ഇടയ്ക്ക് ഓടിപ്പാഞ്ഞൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ നമുക്ക് അടുത്ത സമയത്ത് കാണാം.